ഓൺലോക്സിന്റെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സംതിങ് സ്പെഷ്യൽ ആണ്. കാരണം എല്ലാവർക്കും നാട്ടിൽ നിന്ന് ഇവിടെ വരുന്ന സമയത്ത് യുഎഇയിൽ വന്നു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റി പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ജോബ് കിട്ടുമോ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ട്. അത് ദൂരീകരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ. ഞാൻ പഠിക്കുന്നത് മണിപ്പാൽ യൂണിവേഴ്സിറ്റി ദുബായ് ക്യാമ്പസിലാണ്. ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു കരിയർ എക്സ്പോ നടക്കാൻ പോകുന്നത്. കരിയർ എക്സ്പോ എന്ന് പറഞ്ഞാൽ പല കമ്പനികളും ഇവിടെ വന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഇന്റർവ്യൂസും കാര്യങ്ങളും എടുത്ത് നമുക്ക് ജോബ് പ്ലേസ്മെന്റ് ആണ് തരുന്നത്. അപ്പോൾ അതിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതാണ് എന്റെ യൂണിവേഴ്സിറ്റി. നമുക്ക് യൂണിവേഴ്സിറ്റി ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ഇവിടെ മെയിൻ എൻട്രൻസിൽ നമുക്ക് കാണാം ഇവിടെ സ്റ്റുഡൻസിന്റെ ഐഡി കൊടുക്കണം. പക്ഷെ ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്കത് വേണ്ടതില്ല. അപ്പോൾ മെയിൻ എൻട്രൻസ് ആണിത്. ഇതാണ് ക്യാമ്പസിന്റെ. നാട്ടിലെ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയും ഇവിടുത്തെ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയും എൻ്റയർലി ഡിഫറെന്റ് ആണ്. ലൈഫ് സ്റ്റൈലും വ്യത്യാസമുണ്ട്. അപ്പം അവിടെയാണ് ഇവന്റ്സ് നടക്കുന്നത്. അങ്ങോട്ടേക്കാണ് നമ്മൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പം വീഡിയോ പൂർണ്ണമായിട്ട് കാണാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പം ദുബായ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നുള്ള കാര്യമെല്ലാം ഇതിൽ ഞാൻ പറയുന്നതായിരിക്കും. എക്സ്പോന്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാനിപ്പോൾ ക്യാമ്പസ് ടൂറും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഈ ഒരു ലൊക്കേഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. ക്യാമ്പസ് ടൂർ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോയിൽ അടിയിൽ കമൻറ്റ് ചെയ്യാം വേണമെന്നുള്ളവർ. അപ്പോൾ ഇവിടെയാണ് പല വണ്ടികളും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പാർക്കിംഗ് ആണ്. പലരും ഒന്ന് പാർക്ക് ചെയ്യുന്നുണ്ട് വണ്ടി. അത് കഴിഞ്ഞിട്ട് നേരെ ഈ ഒരു എക്സ്പോന്റെ ഉള്ളിലേക്കാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ്, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ പറയുന്ന കരിയർ എക്സ്പോ നടക്കുന്നത്. കരിയർ എക്സ്പോ എന്ന് പറയുന്നത് ഏകദേശം 99ഓളം വരുന്ന കമ്പനികളാണ് ഇവിടെ വന്നിട്ട് ഇന്റർവ്യൂവും കാര്യങ്ങളും നടത്തുന്നത്. അപ്പോൾ ഇതിന്റെ എൻട്രൻസ് ആണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളെങ്ങനെയാണ് ഒരു ക്യാമ്പസിൻ്റെതാണ്, ഇത് വേറെ സ്ഥലമൊന്നുമല്ല. ക്യാമ്പസ്, ദുബായിലെ ഒരു ക്യാമ്പസിന്റെ ഇൻസൈഡാണ്. കയറുന്ന സമയത്ത് തന്നെ നമുക്ക് നോക്കിയാൽ ഇവിടെ ആൾക്കാരുണ്ട്. സ്റ്റുഡൻസ് തന്നെയാണ്, ഫാക്കൽറ്റീസും ഇവിടെ ഉണ്ട്. അപ്പം ഇവിടെയുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ പോകണം. അപ്പം ഇതാണ് ഇതിന്റെ ഉള്ളിൽ കയറാൻ പോകും. കാരണം സമയത്ത് നമുക്ക് കാണാൻ വരുന്നത് ഇവിടെ ഒരു മാപ്പ് ഉണ്ട്. മാപ്പിൽ എവിടെയാണ് ലൊക്കേഷൻ ഉള്ളതെന്ന് മനസ്സിലാവുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ നമുക്ക് കറക്റ്റ് ഏത് കമ്പനികളാണ് ഇവിടെ ഉള്ളതെന്നുള്ള. അപ്പോൾ അതിനുശേഷം ഇവിടെ വന്നിട്ട് നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ ഫില്ല് ചെയ്തിട്ട്, ഇത് സ്റ്റുഡൻസിന് മാത്രമേ നമുക്ക് അലൗഡ് ഉള്ളൂ. മറ്റുള്ളവർക്ക് ഇവിടെ പെർമിഷൻ ഇല്ല. കാരണം ഒരു സ്റ്റുഡൻ്റായി മാറണം. അപ്പം അതും കഴിഞ്ഞിട്ട് നേരെ കയറി എൻട്രൻസിലേക്ക് വരും. പല കമ്പനീസും ഉണ്ട്. 1-2 കമ്പനികളല്ല, പല കമ്പനികളാണ്. ഏകദേശം 90ഓളം വരുന്ന കമ്പനികളാണ് ഇവിടെ ഈ ഇവന്റ് നടത്തുന്നത്. അപ്പൊ നമുക്ക് ഇതിനുള്ളിലേക്ക് നോക്കിയാൽ തന്നെ ഇതാ പ്രമുഖ ബ്രാൻഡ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. കണ്ടാന്ന് കാണിച്ചാൽ. അപ്പോൾ ഇവിടെയുള്ള പല ബ്രാൻഡ്സിൻ്റെ കൂടെ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ഹിയർ വി ഹാവ് ദ കരിയർ കൗൺസിൽ ഓഫ് മണിപ്പാൽ യൂണിവേഴ്സിറ്റി. വി ക്യാൻ ആസ്ക് സം ക്വസ്റ്റ്യൻ വിത്ത് ഹിം. Sure. Hi, I am Lourdes Johnson, and I'm the Deputy Manager for Career Services Department. And I'm one of the integral member of Manipal Academy of Higher Education. And our department is responsible for arranging internships, placements on any kind of hands-on experience before they complete the program or after they complete the program. The reason why Career Services Department is functioning basically is to give them hands-on experience. Of course, they learn everything in the classroom. At the same time, we have a responsibility to provide them experience in terms of how things are done, market awareness, how to face interview. After they succeed the interview, what kind of tasks they are going to do, right? So everything cannot be theoretical. So we need to give them some kind of a practical point of view as well. So we send them for a lot of internships, so they will be market ready. They are completely aware of the corporate culture and the environment. So when they actually go for the serious jobs, so they will understand what they want to do. What are the facilities you are providing for the students before coming to the interview? Yes, see, from the day one, we provide all the facilities in terms of CV building, and we provide them interview pitch training, and we give them training for public speaking, and many trainings and amenities which will equip them to face the real environment, real market for industries. Sir, today how many companies are there? See, totally there are 97 companies registered. Oh, nice. Today, I think we are doing this for 2 days. Okay. So we are splitting it as 2 days. Some companies are coming on one day, or they are registering on both days as well. Okay. So altogether, we have 61 companies today. See, for day scholars, regular students, people who are coming as a regular program candidates, they will be going for internship during the summer vacation classes or during any other vacation, winter, spring vacation classes, vacation days.
Mhm. But students who are studying in the evening batches, right? So they will be ready to work during the daytime, 8 to 9 hours of time. Okay. So we pitch that to the market. So they are really interested with those executive batches. So yeah, those students have higher scope of getting them placed in several internships, convertible internships, and placement programs. Like to share with them also, like how many types of classes are here? Morning, evening, like So we have majorly three group of students, the cohorts. The major part of Manipal University is all about regular day scholars. Number two is the evening college students, and three is the weekend students. So as I mentioned already, the regular students will study during the daytime. Mhm. Like they start their day by 8:30 until 4 p.m. in the evening, and evening students the classes starts from 7 o'clock until 10 o'clock in the evening, and weekend batches they have classes only during Saturdays and Sundays. okay, sir. Nice to meet you, sir. Thank you so much. Have a nice day. Thank you. അപ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങളും എല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ ഇതുപോലെയാണ് നമ്മളൊരു കുട്ടി ഇവിടെ വന്ന് പഠിക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടാൻ പോകുന്ന ഫെസിലിറ്റീസും കരിയർ എഫേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ